ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. വളരെ ടേസ്റ്റിയാണ്, അതേസമയം വളരെ എളുപ്പമാണ്. ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബൗളിലേക്ക് ഞാൻ മുട്ടൻ്റെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഹൈ സ്പീഡിൽ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പതപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടൻ്റെ വെള്ള അത്യാവശ്യം പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ നല്ലതുപോലെ ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുട്ടൻ്റെ മഞ്ഞ എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം. വാനില എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് എസെൻസ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്ന സ്പൂൺ ഉണ്ടല്ലോ, അതെടുത്താലും മതി. അതെടുക്കുമ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള പാൻ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഡ്രൈയിങ് ആണ്. അതിൻ്റെ പേരിൽ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഒന്നും ചേർക്കരുത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒന്നും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ വെള്ളം ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുൻപ് പാൻ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ബീറ്റർ ഇല്ലാതെയാണ് ഞാൻ പാൻ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ വെള്ളയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബാറ്റർ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ പതിയെ പതിയെ യോജിപ്പിച്ച് എടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടി കുട്ടി പാൻ കേക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മുട്ട വെച്ചിട്ട് 4 പാൻ കേക്ക് വരെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ 2 മുട്ടയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കവർ ചെയ്തിട്ട് കറക്റ്റ് 4 മിനിറ്റാണ് വളരെ കുറഞ്ഞ തീയിൽ വെക്കുക. 4 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കവർ ചെയ്തിട്ടില്ല. കവർ ചെയ്യാതെ നമുക്ക് വീണ്ടും ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൻ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേസമയം വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ല, വളരെ സോഫ്റ്റായിട്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്